അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 24-ാമത്തെ പേജാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കവിത ഒന്ന് വായിച്ചു നോക്കാം. അൽ അമലുൽ കബീർ കഫാ ബിൽ ഇൽമി ഫിൽ ഉലുമാതി നൂറ യുബയ്യിനു ഫിൽ ഹയാത്തി ലനൽ ഉമൂറ തസീദു ബിഹി അൽ ഉഖൂലു ഹുദൻ വറുഷ്ദ വതസ്തഇലിൻ നുഫൂസു ബിഹി ശുഊറ അറാ ലുബ്ബൽ ഉലാ അദബൻ വ ഇൽമാ ബിഐരിഹിമൽ ഉലാ അംസത്ത് ഉശൂറ അബ്നാ അൽ മദാരിസി ഇന്ന നഫ്സി തുഅമ്മിലു ഫീകുമുൽ അമലൽ കബീറ സതക്തസിബുൽ ബിലാദു ബിക്കും ഉലുവ ഇസാ വജദത് ലഹാ മിൻകും നസ്വീറ വ അസ്ബഹതും ബിഹൽ ഇസ്സി ഹിസ്ന വ കുൻതും ഹൗലഹാ ലിൽ മജ്ദി സൂറ. ഇത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കഫാ ബിൽ ഇൽമി ഫിൽ ഉലുമാതി നൂറ യുബയ്യിനു ഫിൽ ഹയാത്തി ലനൽ ഉമൂറ തസീദു ബിഹിൽ ഉഖൂലു ഹുദൻ വറുഷ്ദ വതസ്തഇലിൻ നുഫൂസു ബിഹി ശൂറ അറാ ലുബ്ബൽ ഉലാ അദബൻ വ ഇൽമാ ബിഐരിഹിമൽ ഉലാ അംസത്ത് ഖുശൂറ അബ്നാ അൽ മദാരിസി ഇന്ന നഫ്സി തുഅമ്മിലു ഫീകുമുൽ അമലൽ കബീറ സതക്തസിബുൽ ബിലാദു ബിക്കും ഉലുവ ഇസാ വജദത് ലഹാ മിൻകും നസീറ വ അസ്ബഹതും ബിഹാലിൽ ഇസ്സി ഹിസ്ന വ കുൻതും ഹൗലഹാ ലിൽ മജ്ദി സൂറ. കവിതയുടെ അർത്ഥത്തിലേക്ക് പോകാം. കഫാ ബിൽ ഇൽമി, ഇൽമ് മതിയാകും, അറിവ് മതിയാകും. ഫിൽ ഉലുമാതി, ഇരുട്ടിൽ. നൂറ, പ്രകാശമായിക്കൊണ്ട്. ഇരുട്ടിൽ പ്രകാശമാകാൻ നമ്മുടെ അറിവ് മതിയാകും. യുബയ്യിനു, അത് വ്യക്തമാക്കി തരുന്നു. ഫിൽ ഹയാത്തി, ജീവിതത്തിൽ. ലനാ, നമുക്ക് വേണ്ടി. ഉമൂറ, കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് അറിവാണ്. തസീദു ബിഹി, അതുകൊണ്ട് അധികരിക്കുന്നു. അൽ ഉഖൂൽ, ബുദ്ധി അധികരിക്കുന്നു. ഹുദൻ വ റുഷ്ദ, ഹുദൻ നേരായ മാർഗത്തിൽ, റുഷ്ദ മാർഗം കാണിച്ചുകൊണ്ട്. നേരായ മാർഗത്തിലുള്ള ബുദ്ധി വികസിച്ചു വരാൻ അറിവ് കൊണ്ട് സാധിക്കുന്നു. വ തസ്തഇലിൻ നുഫൂസു, തസ്തഇലി ഉന്നതിയിലേക്ക് കടക്കുന്നു, ഉന്നതമായി തീരുന്നു. നുഫൂസ് ആത്മാക്കൾ അല്ലെങ്കിൽ മനസ്സുകൾ. ബിഹി ശുഊറ, അതിലുള്ള വികാരങ്ങളും അനുഭവങ്ങളും കൊണ്ട്. അപ്പോൾ അറിവിലൂടെ കിട്ടുന്ന അനുഭവങ്ങളും വികാരങ്ങളും കൊണ്ട് ആളുകളും അവരുടെ മനസ്സുകളും ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നു. അറ, കാണുന്നു. ലുബ്ബൽ ഉല, ലുബ് കാമ്പ്, അതിൻ്റെ കോറായിട്ടുള്ള കാര്യം. അൽ ഉല, ഈ ഉന്നതിയുടെ.
ഉയരങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാമ്പായിട്ട് വരുന്നത് അദബൻ മര്യാദയും വ ഇൽമൻ അറിവുമാണ്. അപ്പോൾ ഒരാളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് അയാളുടെ അറിവും അയാളുടെ പെരുമാറ്റത്തിലുള്ള മര്യാദകളുമാണ്. ബി ഐരിഹിമ ഈ അദബും ഇൽമും ഇല്ലെങ്കിൽ, അറിവും നല്ല പെരുമാറ്റവും ഇല്ലെങ്കിൽ, അൽ ഉല ഉന്നതി എന്നുള്ളത് അംസത്ത് ഖുശൂറ വെറും പുറമോടി മാത്രമായി തീരുന്നു. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നതാണ് ആശയം. ആ അബ്ന അൽ മദാരിസി സ്കൂളിലെ കുട്ടികളാണോ മക്കളാണോ, ഇന്ന നഫ്സി തീർച്ചയായും അവർ, അമ്മിലു ഫീക്കും നിങ്ങളിൽ വലിയ പ്രതീക്ഷകളുണ്ട്, അൽ അമലൽ കബീറ വലിയ പ്രതീക്ഷകൾ, നിങ്ങളിൽ പ്രതീക്ഷകളുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. സതക്തസിബു സമ്പാദിക്കും, അൽ ബിലാദ് നമ്മുടെ രാജ്യം, ബിക്കും നിങ്ങളിലൂടെ, നിങ്ങളെ കൊണ്ട്, ഒലുവ ഉന്നതികൾ നിങ്ങളിലൂടെ രാജ്യം ഉന്നതികൾ നേടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇസാ വജദത്ത് ലഹ അവൾ കാണുകയാണെങ്കിൽ, അതായത് നമ്മുടെ നാട് കാണുകയാണെങ്കിൽ, മിൻകും നസീറ നിങ്ങളിൽ നിന്നൊരു സഹായിയെ ലഭിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളിലൂടെ നമ്മുടെ രാജ്യം മഹത്വം കൈവരിക്കും. വ അസ്ബഹത്തും ബിഹ അങ്ങനെ അതായിത്തീരും, ലിൽ ഇസ്സി പ്രതാപത്തിൻ്റെ, ഹുസ്ന കോട്ടയായി തീരും. അങ്ങനെ നമ്മുടെ രാജ്യം പ്രതാപത്തിൻ്റെ കോട്ടയായി തീരും. വ കുൻതും ഹൗലഹ ലിൽ മജ്ദി സൂറ വക്കുൻതും നിങ്ങളായിത്തീരും, ഹൗലഹ അതിനു ചുറ്റും നമ്മുടെ രാജ്യത്തിനു ചുറ്റും, ലിൽ മജ്ദി മഹത്വം കൊണ്ട്, സൂറ മതിലായിത്തീരും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുന്ന കോട്ടയായിക്കൊണ്ട്, മതിലായിക്കൊണ്ട് മാറും നമ്മുടെ വിദ്യാർത്ഥികൾ എന്നതാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയം. കവിത എഴുതിയിരിക്കുന്നത് മഅറൂഫുർ റുസാഫി. തൊട്ടടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ കവിത എഴുതിയ നമ്മുടെ കവിയെ ഇവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് മഅറൂഫുർ റുസാഫി. മഅറൂഫുർ റുസാഫി. നമുക്ക് വായിച്ചു നോക്കാം. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദീബുൻ വ ഷാഇറുൻ ഇറാഖിയുൻ. അദീബ് സാഹിത്യകാരനാണ്, വ ഷാഇറുൻ ഷാഇർ കവിയാണ്, ഇറാഖിയുൻ ഇറാഖുകാരനായ, ഇറാഖിൽ നിന്നുള്ള ഒരു സാഹിത്യകാരനും കവിയുമാണ് മഅറൂഫുർ റുസാഫി. ഇസ്മുഹു അൽ കാമിൽ ഇസ്മ പേര്, ഇസ്മുഹു അദ്ദേഹത്തിൻ്റെ പേര്, അൽ കാമിൽ പൂർണ്ണമായ പേര്, മഅറൂഫ് ഇബ്നു അബ്ദുൽ അനിയ്യർ റുസാഫി എന്നാണ്. മഅറൂഫ് ഇബ്നു അബ്ദുൽ അനിയ്യർ റുസാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. വുലിദ അദ്ദേഹം ജനിച്ചു, ഫി ബാഗ്ദാദ് ബാഗ്ദാദിലാണ് ജനിച്ചത്. ബാഗ്ദാദ് ഇറാഖിൻ്റെ തലസ്ഥാനമാണ്. ആം ഏതു വർഷമാണ്? 1875 മീലാദിയ. 1875 മീലാദിയ 1875 അദ്ദേഹം ജനിച്ചത്. ലഹു അദ്ദേഹത്തിനുണ്ട്, മുഅല്ലഫാത്തുൻ മുഅല്ലഫാത്ത് രചനകൾ, മുഅല്ലഫ് രചന, അതിൻ്റെ ജംഅ് മുഅല്ലഫാത്ത് രചനകൾ, കസീറത്തുൻ ധാരാളം രചനകളുണ്ട്, മിൻഹ അവയിൽപ്പെട്ടതാണ് ദീവാനുർ റുസാഫി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്, കൃതിയുടെ പേരാണ് ദീവാനുർ റുസാഫി. മറ്റൊരു കൃതിയാണ് മുഹാളറാത്തുൻ ഫിൽ അദബിൽ അറബി. മുഹാളറാത്തുൻ ഫിൽ അദബിൽ അറബി. തുവഫി അദ്ദേഹം മരണപ്പെട്ടു, ആം 1945 മീലാദിയ. 1945 മീലാദിയ 1945 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇറാഖി കവിയായ മഅറൂഫ് റുസാഫിയുടെ ഒരു പ്രശസ്തമായ കവിതയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്.